ശരിക്കും പറഞ്ഞാൽ ജയറാമേട്ടന്റെ കയ്യിൽ മൈക്ക് കൊടുക്കുമ്പോൾ പേടിയാ. ഈ സ്റ്റേജ് ജയറാമേട്ടൻ തൂക്കും. സാധാരണഗതിയിൽ ഓഡിയോ ലോഞ്ചസ് അതുപോലെ തന്നെ ഇതുപോലത്തെ പ്രൊമോഷൻസ് എല്ലാം അദ്ദേഹം സ്വന്തമായിട്ട് അങ്ങ് കൈയടക്കി. ജയറാമേട്ട സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഇവിടെ പ്രസക്തി ഇല്ല. കാരണം ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ തിരുവനന്തപുരത്ത് എത്തിയതിൽ ഇതിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെ ചെന്നൈയിലൊക്കെ നടന്ന റെട്രോയുടെ ഓഡിയോ ലോഞ്ചിലൊന്നും ചേട്ടനെ കണ്ടില്ല. എവിടെ ആയിരുന്നു? തെലുങ്ക്, കന്നഡം, ഇപ്പൊ പുതിയതായിട്ട് ഭോജ്പൂരി ഈ വർഷം ചെയ്യാൻ പോകുന്ന ആസാമി. അത് അടിപൊളി. നമസ്കാരം. ഞാൻ എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. കാരണം എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ടാണ് ഇതിനു മുമ്പ് ഈ തിരുവനന്തപുരം ലുലു മോളിൽ ഈ വേദിയിൽ നിന്നിട്ടുള്ളത്. വീണ്ടും ഒരു ചരിത്ര വിജയമാവാൻ തീർച്ചയായിട്ടും 100% അർഹതപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നതിൽ വളരെ 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 സന്തോഷം. ഇതിൻ്റെ ഒരു തുടക്കം ഞാൻ പറയാം. കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു നടൻ പോലും ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ കോൾ എനിക്ക് വരുന്നു. സാർ, കാർത്തിക് സുബ്രാജ് പേசுறேன், எனக்கு ഒരു സ്റ്റോറി சொல்லணும் உங்கள்கிட்ட. ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ അടുത്താണ്. ശരി, ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മദ്രാസിലുള്ള എൻ്റെ വീട്ടിലേക്ക് വന്നു. ആരാ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങി. കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ ഇങ്ങനെ ഓരോ കഥ മുഴുവൻ ഞാൻ പകുതി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇനി എനിക്ക് സസ്പെൻസ് വെക്കാൻ പറ്റില്ല, ആരാണ് ഇതിലെ പ്രധാന നായകൻ, ഈ കഥാപാത്രം? പുള്ളി പറഞ്ഞു, ഒന്ന് ഊഹിച്ച് പറയാൻ പറഞ്ഞു. ഞാൻ അപ്പം പറഞ്ഞു, സൂര്യയല്ലേ ഇത് ചെയ്യുന്നത്? ഞാൻ ചോദിച്ചാണ്. എനിക്ക് അറിയ പോലും ഇല്ല അത് ആരാ ചെയ്യുന്നതെന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, ഈ ക്യാരക്ടർ ആപ്റ്റ് സൂര്യയാണ് അല്ലേ ചോദിച്ചു. പുള്ളി എനിക്ക് കൈ തന്നു, സൂര്യയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ചോദിച്ചു, തൊട്ടടുത്ത് ചാപ്ലിൻ പാരിവേൽ എന്ന് പറയുന്ന ഡോക്ടർ അത് ആരാണ് ചെയ്യുന്നത് ചോദിച്ചു. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞു, ചാപ്ലിൻ പാരിവേൽ. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ചെയ്യുന്നു. ഇത് എന്താ ഏതാ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയില്ല. പക്ഷേ ഓക്കെ. ആൻഡ് രണ്ടാമത്തെ കാര്യം, ശരിക്കും പറഞ്ഞാൽ ഇത്രയും എൻജോയ് ചെയ്തൊരു ഷൂട്ടിങ് ഏകദേശം ഒരു 10-40 ദിവസത്തോളം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ഒരു ഐലൻഡ് ഫുള്ളായിട്ട് എടുത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അവിടെ എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളും അതിൻ്റെ ഷൂട്ടിങ് എൻ്റെ സീനസ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ പോവില്ലായിരുന്നു. ഞാൻ ഫുള്ളായിട്ട് നോക്കിയിരിക്കും. പ്രത്യേകിച്ച് സൂര്യ സാറൊക്കെ എടുക്കുന്ന ഒരു പെയിൻ, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സൂര്യയൊക്കെ എടുക്കുന്ന പെയിൻ എന്ന് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത്, അടുത്തടുത്ത റൂമിലാണ്. അദ്ദേഹം രാവിലെ ഒരു 4-4:30 മണിക്ക് എണീറ്റ്, രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് കിടക്കുന്നത് 2 മണിക്ക് 3 മണിക്കായിരിക്കും, എങ്കിലും 4 മണിക്ക് എണീച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒരു പെയിനും കഷ്ടപ്പാടുകളും ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു നടൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്നുള്ളതൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. പിന്നെ എനിക്ക് ആ കുടുംബവുമായിട്ട് വളരെയധികം ഒരു അടുപ്പമുള്ള വ്യക്തിയാണ്. ഏത് സമയവും എനിക്ക് കയറി ചെല്ലാവുന്നൊരു വീടാണ് അദ്ദേഹത്തിൻ്റെ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സൂര്യയും കാർത്തികിനേക്കാൾ കൂടുതൽ എനിക്ക് അടുപ്പം അച്ഛനുമായിട്ടാണ്, ശിവകുമാർ സാറുമായിട്ടാണ് എനിക്ക് കൂടുതൽ അടുപ്പം. കാരണം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സൊരു 20-25 വയസ്സായ പയ്യനാണ്. ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ട് വീട്ടിൽ അദ്ദേഹം ഹായ് വെൽക്കം ജയറാം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കും. കാരണം അദ്ദേഹം ഇവരെക്കാൾ ചെറുപ്പമാണ് മനസ്സുകൊണ്ടും എല്ലാം. സോ എനിക്ക് കാർത്തിക്കിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു പൊന്നിയിൻ സെൽവൻ എന്നുള്ള സിനിമയിൽ. ഇപ്പോൾ സൂര്യ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി. എന്തായാലും ഒരുപാട് സന്തോഷം. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ്. അദ്ദേഹത്തിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറയുന്ന പോലെ അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇന്ന് മുഴുവൻ പറഞ്ഞാൽ തീരില്ല. അത്രത്തോളം സഹായങ്ങളാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ആ ഒരു മനുഷ്യൻ ചെയ്യുന്നത്. ഒരുപാടാണ്, എത്ര പറഞ്ഞാലും തീരില്ല. അദ്ദേഹം തന്നെ അതിനുവേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി എത്ര പാവപ്പെട്ട കുട്ടികളെയാണെന്നറിയാം ഈ ഒരു മനുഷ്യൻ പഠിപ്പിക്കുന്നത് ഫ്രീ ആയിട്ട്. എത്ര കുട്ടികളെ, ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ
ഈ ഒരു ഭംഗിയും ചിരിയും രൂപവും അദ്ദേഹത്തിൻ്റെ ഇത് മാത്രമേ അറിയുള്ളൂ. മറ്റൊരു സൈഡാണ് ഏറ്റവും. தேங்க்யூ சார், தேங்க்யூ ஸோ மச். நான் அந்த நல்ல மனசோட அந்த பாட்டு சும்மா சொல்லிட்டு இருந்தேன். தேங்க்யூ சார், தேங்க்யூ. വേറെന്താ, ഒരുപാട് സന്തോഷം. ഒരുപാട് കാര്യങ്ങളുണ്ട് ജയറാമേട്ട സ്റ്റേജിൽ വരുമ്പോ. ഇന്ന് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ എനിക്ക് മറ്റൊരു സന്തോഷം കൂടി പറയാനുണ്ട്. തിരുവനന്തപുരത്തുകാർക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ തൊട്ട് പറയാം, ചിത്തിര തിരുനാൾ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ പേരിലുള്ള നാഷണൽ അവാർഡ് ഇപ്പൊ പോയി അദ്ദേഹത്തിന്റെ ഇതിൽ മേടിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ വന്നത്. അതിലും വലിയൊരു പ്രൗഡ് എനിക്ക് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ അറിയാം. ചേട്ടൻ ഇപ്പൊ ഇവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എന്തുമാത്രം അഭിമാനത്തോടുകൂടിയായിരിക്കും നിൽക്കുന്നത്. നമ്മൾ മലയാളികൾ ഓരോരുത്തരും തീർച്ചയായിട്ടും ചേട്ടന്റെ പേരിൽ അഭിമാനിക്കുന്ന ആൾക്കാർ തന്നെയാണ്. സിനിമയിൽ നിന്ന് എനിക്കും സ്പോർട്സിൽ നിന്നും ശ്രീജേഷ് നമ്മുടെ ഹോക്കി ക്യാപ്റ്റൻ ആയിട്ടുള്ള ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഏറ്റുവാങ്ങിയിട്ട് ഞാൻ അവിടെ നിന്നാണ് നേരെ കൊണ്ടുവരുന്നത്. നമുക്ക് കൊടുത്താലോ? നമ്മുടെ സ്നേഹം, our appreciation to getting this award ആണ് നമ്മൾ ഈ കാണിക്കുന്നത്. Once again, congratulations ചേട്ടാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മറ്റൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. ചേട്ടനെ നേരിട്ട് കാണാൻ കിട്ടുമ്പോ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒന്ന് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ. റെട്രോയുടെ സെറ്റിൽ ചേട്ടൻ ഒബ്സർവ് ചെയ്ത് അങ്ങനെ പണി കൊടുക്കാറുണ്ടായിരുന്നു ആരെങ്കിലും ഉണ്ടോ? പൊന്നിയിൻ സെൽവന്റെ ഓഡിയോണ്ടായിരിക്കും അവരുടെ മാനറിസവും. ജോർജ് ചേട്ടന്റെ ഒക്കെ മാനറിസം ഒന്ന് കണ്ടുപിടിച്ചായിരുന്നു എപ്പോഴെങ്കിലും? ജോർജിനൊക്കെ എന്താണ് സൂര്യ സാറിന്റെ ഒരു ഡയലോഗ് അതൊന്നും ഞാൻ ഇന്നവരെ കാണിച്ചിട്ട് ഞാൻ ഈ ഒരേ പഴയ വേറൊന്നുമല്ല. ചേട്ടന്റെ കയ്യിൽ മൈക്ക് കിട്ടുമ്പോൾ ഞങ്ങളെ പോലെ തന്നെ ഇവരെല്ലാരും ആഗ്രഹിക്കും ഒന്ന് ആരെങ്കിലും ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. എന്താ കാണിച്ചത്? കഴിഞ്ഞ 50 വർഷമായിട്ട് ഞാൻ കാണിക്കുന്നവരെ ഓക്കെയാണല്ലേ? എത്ര കണ്ടാലും നമ്മൾ ജയറാമേട്ടനെ നമുക്കത് മതി വരാത്തതാണ്. ഒരുപാട് ആക്ടേഴ്സ് നമ്മുടെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി പലരെയും ജയറാമേട്ടൻ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. നമ്മൾക്ക് വേണ്ടി ജയറാമേട്ടന് ഓഡിയൻസ് ആ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. Guys, are you ready? നമുക്ക് കാണണ്ടേ? തീർച്ചയായിട്ടും, right? ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും കഴിഞ്ഞ 40-45 വർഷമായിട്ട് എല്ലാ വേദികളിൽ ചെല്ലുമ്പോഴും ഇപ്പോ ഈ പുതിയ ജനറേഷൻ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചെല്ലുമ്പോഴും 4ലും 5ലും പഠിക്കുന്ന കുട്ടികൾ ഞാൻ സംസാരിച്ച് തീരുമ്പോൾ എന്നോട് പ്രേംനസീറിനെ കാണിക്കൂ. അപ്പൊ ഞാൻ ചോദിക്കും അവരോട്, പ്രേംനസീറിന്റെ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ അവർക്ക് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ എന്തോ അത് കാണിച്ചിട്ടേ പോവുള്ളൂ, അതൊരു ചടങ്ങാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ സ്ഥലത്തും ചോദിക്കാറുണ്ട്. അത് തന്നെ കാണിച്ചാൽ മതിയോ? റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നിയാലും ഉറപ്പായിട്ടും ശരി, തീർച്ചയായിട്ടും. சார், பிரேம் நசீர் சார் அப்பாவுக்கு தெரியும், அப்பாவோட க்ளோஸ் ஃப்ரெண்ட். அதனால ജനിച്ചു വീണത് ചിറയും കീഴാണെങ്കിലും പിച്ച വെച്ച് നടന്ന കാലം തൊട്ട് ഞാൻ കളിച്ചു വളർന്ന മണ്ണാണ് എന്റെ തിരുവനന്തപുരം. മദ്രാശിയിൽ ഞാൻ പലപ്പോഴും പല സ്റ്റുഡിയോകളിലും വെച്ച് കാണുന്നൊരു വ്യക്തിയാണ് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള സൂര്യയുടെ പിതാവ്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടുപ്പമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ സൂര്യയുടെ ഈ വിജയവും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ഒക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ്. മുകളിലിരുന്നു കൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. മോനെ, നിന്റെ സിനിമ 100 ദിവസം ഓടുന്ന സന്തോഷം ഞാൻ ഇതേ വേദിയിൽ വെച്ച് പങ്കിടും, നിന്നോടൊപ്പം ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇതിനൊരു ഗംഭീര കയ്യടി കൊടുക്കണം. ശരിക്കും പ്രേം നസീർ സർ പറഞ്ഞു എന്നുള്ളൊരു ബ്ലെസ്സിങ്ങോട് കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് വൺ മോർ റിക്വസ്റ്റ് ഇസ് ദെയർ. ഈ ഇവന്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിലാണ്. ആൻഡ് വൺ മോർ സ്മോൾ ലോഗോ ലോഞ്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഹിയർ. തിരുവനന്തപുരത്തെ ഫാഷൻ സങ്കല്പങ്ങളുടെ പറഞ്ഞോട്ടെ. യെസ്, നമ്മുടെ കാര്യം പറഞ്ഞു. ഈ വർഷം 2 ഉഗ്ര മലയാള സിനിമയാണ് ചെയ്യാൻ പോകുന്നത്. ജയറാമേട്ടന്റെ വക മലയാളത്തിലെ 2 പടങ്ങൾ. ഏതൊക്കെയാണ്? ഉറങ്ങിക്കിടന്ന ആളെ വിളിച്ചിട്ട് ചോറുണ്ടെന്ന് പറഞ്ഞിട്ട് ചോറില്ലെന്ന് പറയണല്ലോ. ഇപ്പൊ എന്തെങ്കിലും ഒരു ക്ലൂ?
അല്ലില്ല അത് വേണ്ട, അത് സസ്പെൻസ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആയായിരുന്നോ ഈ 2 മലയാള പടങ്ങളുടെ? തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. യെസ്. അപ്പൊ 2 ജാതി ഐറ്റംസ് മലയാളം സിനിമ ജയറാമേട്ടൻ പടയ്ക്കാൻ പോവാ എന്നുള്ളൊരു ഇത് കൂടി നമുക്ക് ഈ ഒരു മൊമെന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് റൈറ്റ് നൗ നമ്മൾ ലുലുവിന്റെ ആ ഒരു 3 ഡിഗ്നറ്ററീസിനെ കൂടെ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഒരുപാട് നാളുകളായിട്ട് ലുലു നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലുലുവിന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഷോ ആണ് ലുലു ഫാഷൻ വീക്ക്. ലുലു ഫാഷൻ വീക്കിന്റെ നെക്സ്റ്റ് സീസൺ അതിന്റെ ലോഗോ ലോഞ്ച് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആൻഡ് ഐ കൈൻഡ്ലി ഇൻവൈറ്റ് ദോസ് 3 people onto the stage. Srilesh Shashidharan, GM of Lulu Mall Trivandrum, Rajesh, GM of Lulu Retail, and Sriji's DGM Lulu Mall. I kindly invite all 3 to please join us onto the stage. And I kindly request a bouquet to be given to these 3 people. And ഇന്ന് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത് ലുലു ഫാഷൻ വീക്ക് 3rd എഡിഷന്റെ ലോഗോ ലോഞ്ച് ആണ്. And I kindly request Jairameta to please launch the logo of the Lulu Fashion 3rd week edition. Thank you, Jairameta. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി നമ്മള് താങ്ക് യു. ഒരിക്കൽ കൂടി സന്തോഷം. പിന്നെ എൻ്റെ അടുത്ത് ചില ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ എന്തിനാണ് മറ്റ് ഭാഷകളിൽ പോയിട്ട് ഈ ചെറിയ വേഷങ്ങൾ അഭിനയിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്നൊരു കാര്യം അതാണ്, നമ്മളെ മറ്റു ഭാഷയിൽ അവർ വിളിക്കുക, അവർ സ്വീകരിക്കുക, അവർക്ക് ഇഷ്ടപ്പെടുക, നമ്മൾക്ക് അവരുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ പറ്റുക, അതൊക്കെ ഭാഷ ഏതായാലും അവർ നമ്മുടെ മലയാളത്തിന് തരുന്ന സ്നേഹമാണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുക. അല്ലാതെ എനിക്ക് തരുന്ന സ്നേഹമല്ല. തെലുങ്കിലായാലും കന്നഡത്തിലായാലും ഞാനിപ്പോൾ പോകുമ്പോൾ ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ അവരെനിക്ക് തരുന്ന സ്നേഹത്തെക്കാൾ കൂടുതൽ അവർ തരുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് തരുന്ന സ്നേഹമാണ്. ഞാനത് എൻജോയ് ചെയ്യാറ്. ഞാൻ ഓരോരുത്തരോടും പറയുന്നതാണ്, നമ്മൾ എന്ത് ജോലി ചെയ്താലും, അത് ചെറുതായാലും വലുതായാലും എന്ത് ജോലി ചെയ്താലും നമ്മളത് ആദ്യം എൻജോയ് ചെയ്യുക, നമ്മൾ സന്തോഷിക്കുക ആ ജോലിയിൽ. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് എത്രയോ പേര് ചോദിക്കാറുണ്ട്, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പേ ചോദിക്കാറുണ്ട്, ഈ അമ്പലപ്പറമ്പിലൊക്കെ ചെണ്ട കൊട്ട. ഞാൻ പറഞ്ഞു, അതിൽ ഞാൻ കണ്ടെത്തുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു നാഷണൽ അവാർഡ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് എനിക്ക് ഒരു ഉത്സവ പറമ്പിൽ എനിക്ക് 10,000-കണക്കിന് ആളുകളുടെ നടുക്കുന്ന് ചെണ്ട കൂട്ടുന്നത്. അപ്പോൾ എൻ്റെ ജോലി അത് എന്തായാലും ഞാൻ ആദ്യം ചെയ്യാറുണ്ട്. അത് ചെയ്തതിനേക്കാൾ കൂടുതൽ ഞാനത് സ്വപ്നം കാണാറുണ്ട്. ആ സ്വപ്നങ്ങളാണ് എന്നെ മുമ്പോട്ടേക്ക് നയിക്കുന്നത്. ഒരുപാട് 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 സന്തോഷം. വീണ്ടും ഒരുപാട് സിനിമകൾക്കായിട്ട്, പല ഭാഷകളുള്ള സിനിമയ്ക്കായിട്ട് ഇതേ വേദിയിൽ വന്ന് നിൽക്കാൻ സാധിക്കട്ടെ. താങ്ക് യു വൺസ് അഗൈൻ ആൻഡ് ജയ് ഹിന്ദ്. താങ്ക് യു.